Hi friends, Kerala PSC 360 ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഏത് സെഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ PSCയിലെ ബിഗിനേഴ്സ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ് നമ്മൾ ഇനി കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നിലുള്ള ക്ലാസ്സിൽ കുറച്ച് ഹൈ ലെവൽ പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 4-5 സെഷൻ നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ, അതായത് അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, തുടക്കക്കാർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അതായത് അംശബന്ധം അനുപാതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധത്തിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അതായത് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരേ തരത്തിലുള്ള 2-3 മാറ്റേഴ്സിനായിരിക്കും നമ്മൾ താരതമ്യം ചെയ്യുക. അതായത് ഇപ്പോൾ 2 ക്രിക്കറ്റ് കളിക്കാർ നേടിയ റൺസ്, 2 ഫുട്ബോളേഴ്സ് നേടിയ ഗോൾസിന്റെ എണ്ണങ്ങൾ, അല്ലെങ്കിൽ 2 അതിൽ അധികമോ ഉള്ള ആളുകളുടെ വയസ്സുകൾ, അതായത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരേ തരത്തിലുള്ള എലമെന്റ്സിനായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, കമ്പയർ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാം. എന്നിട്ട് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഏറ്റവും ചെറിയ രീതിയിലായിരിക്കും അതിനെ നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് റേഷ്യോന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരേ രീതിയിലുള്ള 2 അതിലധികമോ ഉള്ള കൺസെപ്റ്റുകളെ കമ്പയർ ചെയ്യുക, എന്നിട്ട് അതിനെ ഏറ്റവും ചെറിയ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്ന 2 പേരുടെ ഏജ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഇപ്പൊ എയുടെ വയസ്സ് 35, അതുപോലെ തന്നെ ബിയുടെ വയസ്സ് 42 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ റേഷ്യോയിലോട്ട് മാറ്റുക പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരേ തരത്തിലുള്ള എലമെന്റ്സ് ആണ് കമ്പയർ ചെയ്യുന്നത് അല്ലെ. ഏജ് പറയുന്ന ഒരേ തരത്തിലുള്ള എലമെന്റ്സ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഇനി അതിനെ നമ്മൾ എങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യാൻ, ഏറ്റവും ചെറിയ രീതിയിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ അല്ലെ. അതായത് 35-ഉം 42-ഉമാണ് എയുടെയും ബിയുടെയും വയസ്സ്. അതിനെ റേഷ്യോയിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ 2-ലും പോകുന്ന സംഖ്യ കൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹരിച്ചു നോക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ 35-ലും 42-ലും കോമൺ ആയി പോകുന്നത് എന്തിനാണ് പോവുക, 7-ൽ കറക്റ്റ് ആയി പോകും അല്ലെ. അതായത് 7 5 തവണ, 7 6 തവണ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ, എയുടെയും ബിയുടെയും വയസ്സുകള് 35-ഉം 42-ഉം ആണെങ്കിൽ അതിനെ റേഷ്യോയിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക, 5:6 ആയിരിക്കും വരിക. ഓക്കെ, ആ കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കുക. ഒരേ തരത്തിലുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഏറ്റവും ചെറിയ ഫോർമാറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് റേഷ്യോ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അതായത് റേഷ്യോ എങ്ങനെയാണ് റെപ്രസെന്റ്, അതായത് എങ്ങനെയാണ് റേഷ്യോ രേഖപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും, ബേസിക് ആയിട്ട് നമ്മൾ റേഷ്യോ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ, A:B എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റേഷ്യോസ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ് റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ. ഇനി റേഷ്യോ നമുക്ക് എങ്ങനെയും കൂടെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ, ഫ്രാക്ഷന്റെ രീതിയിലും, അതായത് ഭിന്നസംഖ്യയുടെ രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഷ്യോസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിപ്പോ A:B 5:7 ആണ്. അതിനെ നമുക്ക് എങ്ങനെയും കൂടെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ, A/B എന്ന് പറയുന്നത് 5/7 പറഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എയുടെ ഏറ്റവും ചെറിയ മൂല്യം 5 ആണെങ്കിൽ ബിയുടെ ഏറ്റവും ചെറിയ മൂല്യം 7 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റേഷ്യോന് മെയിൻ ആയിട്ടും അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു റേഷ്യോനെ എങ്ങനെയാണ് യഥാർത്ഥ മൂല്യത്തിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ എങ്ങനെയാണ് യഥാർത്ഥ മൂല്യത്തിനെ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നും നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അറിയണം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് AB എന്ന് പറയുന്ന 2 ബാറ്റ്സ്മാൻമാരുണ്ട്. AB എന്ന് പറയുന്ന 2 ബാറ്റ്സ്മാൻമാരുണ്ട്. അവരുടെ റൺസിന്റെ റേഷ്യോ തന്നിരിക്കുന്നത്
7:8 ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. രണ്ട് ബാറ്റ്സ്മാൻമാരുണ്ട്, അവരുടെ റൺസിന്റെ അംശബന്ധം 7:8 ആണെന്ന് കൺസിഡർ ചെയ്യുക. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എ 7 റൺസ് എടുക്കുന്നുണ്ടെങ്കിൽ ബി വന്നിട്ട് 8 റൺസ് ആണ് എടുക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ചെറിയ രീതിയിൽ ഇവരുടെ റൺസുകൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എ 7 റൺ എടുക്കുന്ന സ്ഥാനത്ത് ബി 8 റൺസ് എടുക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇതിൽ നമുക്ക് തന്നിരിക്കുകയാണ് എ എടുക്കുന്ന യഥാർത്ഥ റൺസ്, അതായത് എയുടെ ആക്ച്വൽ റൺസ് അല്ലെങ്കിൽ എ എടുക്കുന്ന യഥാർത്ഥ റൺസ് 56 ആണെങ്കിൽ ബി എടുക്കുന്ന റൺസ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം എ 7 റൺ എടുക്കുന്ന സ്ഥാനത്ത് ബി 8 റണ്ണാണ് എടുക്കുക അല്ലെ. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ എ എത്ര എടുക്കുന്നത് 56 റണ്ണാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 7 എന്ന് പറയുന്ന റേഷ്യോ, അതായത് 7 എന്ന് പറയുന്ന അംശബന്ധം എന്തിനാണ്, ഏത് മൂല്യത്തിനാണ് തുല്യമാവുന്നത് എന്ന് വെച്ചാൽ 56 എന്ന് പറയുന്ന മൂല്യത്തിനാണ് തുല്യമാവുന്നത് അല്ലെ. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. 7 എന്ന് പറയുന്ന അംശബന്ധം 56 എന്ന് പറയുന്ന മൂല്യത്തിനാണ് തുല്യമാവുന്നത്. 7 56 ആണെങ്കിൽ 1 എന്ന് പറയുന്ന അംശബന്ധം എത്രയാണ് തുല്യമാവുക? 8നാണ് തുല്യമാവുക അല്ലെ. ഇനി നമുക്ക് എന്താ കണക്കാക്കേണ്ടത്? ബി എത്രയെന്നാണ് കണക്കാക്കേണ്ടത് അല്ലെ. ബിയുടെ അംശബന്ധം എന്ന് പറയുന്നത് 8 ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം 1 എന്ന് പറയുന്ന അംശബന്ധം 8 ആണെങ്കിൽ നമ്മൾ എന്താ കണക്കാക്കേണ്ടത്? 8 എന്ന് പറയുന്ന അംശബന്ധത്തിന്റെ മൂല്യമാണ് കണക്കാക്കേണ്ടത്. അപ്പൊ 1 8 ആണെങ്കിൽ 8 എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക എന്ന് വെച്ചാൽ 64 ആയിരിക്കും വരിക. ഓക്കെ ഓക്കെ, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് റേഷ്യോനെ ആക്ച്വലോട്ട് മാറ്റുന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ആക്ച്വലിനെ റേഷ്യോയിലോട്ട് മാറ്റുന്നത്, അല്ലാതെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ആക്ച്വലിനെ നമ്മൾ എന്തിലോട്ട് മാറ്റുന്നത് കൺസെപ്റ്റ്? റേഷ്യോയിലോട്ട് മാറ്റുന്ന കൺസെപ്റ്റ്. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയുടെയും ബിയുടെയും വയസ്സുകൾ 35ഉം 42ഉം ആണെങ്കിൽ റേഷ്യോയിലോട്ട് മാറ്റുമ്പോൾ എത്ര വരിക? കറക്റ്റ് അത് 35ഉം 42ഉം പറയുമ്പോൾ 7 5 തവണയും 7 6 തവണയും. അതാണ് ആക്ച്വൽ ടു റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും റേഷ്യോയിൽ അറിയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ റേഷ്യോ തന്നു കഴിഞ്ഞാൽ ആക്ച്വൽ വാല്യൂയിലോട്ടും അതിനെ മാറ്റാൻ അറിയണം. അതേപോലെ തന്നെ ആക്ച്വൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ റേഷ്യോയിലോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ അറിയണം? മാറ്റാൻ അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് റേഷ്യോയില് മെയിൻ ആയിട്ടും ബേസിക്കലി ചോദിക്കുന്ന ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ A:B 5:7 ആണ്, B:C 6:7 ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എയും ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് ചോദിച്ചിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ഏറ്റവും റേഷ്യോയില് ബേസിക്കലി ചോദിക്കുന്നത് ഈ ടൈപ്പുള്ള പ്രോബ്ലംസ് ആണ് വരിക കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഷ്യോനെ നമുക്ക് ഭിന്നസംഖ്യയുടെ രൂപത്തിലും എഴുതാം അല്ലെ. അതായത് A:B 5:7 ആണെങ്കിൽ A/B എന്ന് പറയുന്നത് 5/7 ആയിട്ട് എഴുതാം. B:C 6:7 ആണെങ്കിൽ നമുക്ക് അതിനെ B/C എന്ന് പറയുന്നത് 6/7 ആയിട്ടും എഴുതാം അല്ലെ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ബി ആണ് കോമൺ ആയിട്ട് വരിക അല്ലെ. ഇവിടെ ബിയുടെ വാല്യൂ 7ഉം ഇവിടെ ബിയുടെ വാല്യൂ 6 ആണ് അല്ലെ. എന്തുകൊണ്ടാ ബിയുടെ വാല്യൂ വ്യത്യാസം വന്നിരിക്കുന്നത് വെച്ചാൽ ഈ ബി, അതായത് രണ്ടവിടെയും ഉള്ളത് ഒരേ ബി തന്നെയാണ്. ഇവിടെ ബി വന്നിട്ട് എ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ഇവിടെ ബി വന്നിട്ട് സി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബിയുടെ വാല്യൂസിൽ എന്ത് വന്നിരിക്കുന്നത്? വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടവിടെയും ഉള്ളത് ഒരേ ബി തന്നെയാണ്. അപ്പൊ രണ്ടവിടുത്തെ ബിയുടെ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ഈക്വൽ ആക്കാന്ന് വെച്ചാൽ ഈ 7നെ ഈ 6 കൊണ്ടും ഗുണിക്കുക, ഈ 6നെ ഈ 7 കൊണ്ടും ഗുണിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ 5/7 എന്ന് പറയുന്ന ഫ്രാക്ഷനിൽ 7നെ നമ്മൾ 6 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5നെയും 6 കൊണ്ട് ഗുണിക്കണം. എന്നാൽ മാത്രമേ എന്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ? ആ ഫ്രാക്ഷൻസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ 6നെ നമ്മൾ 7 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 7നെയും 7 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോഴേ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസും ഈക്വൽ ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന എയും
ബിയും സിയും തമ്മിലുള്ള റേഷ്യോസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് 5 × 6 30 വരിക. ബി എന്ന് പറയുന്നത് 6 × 7 ആയാലും 7 × 6 ആയാലും 42 വരിക. സി എന്ന് പറയുന്നത് 7 × 7 എന്ന് പറയുമ്പോൾ 49 വരിക. അപ്പൊ എയും ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എത്ര വരുന്ന വെച്ചാൽ 30, 42, 49 വരിക. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. A:B എന്ന് പറയുമ്പോൾ 30, 42 എന്ന് പറയുമ്പോൾ 6 5 തവണ, 6 7 തവണ. അതുപോലെ തന്നെ B:C 6:7 എന്ന് പറയുമ്പോൾ 42:49 എന്ന് പറയുമ്പോൾ 7 6 തവണ, 7 7 തവണ. അങ്ങനെ നമുക്ക് ഈ റേഷ്യോസ് നമ്മൾ കണ്ടുപിടിച്ചത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതേ പ്രോബ്ലം വന്നിട്ട് മറ്റൊരു മെത്തേഡിലും കൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് A-B-Cയുടെ റേഷ്യോ ആണ് നമുക്ക് കണക്കാക്കുന്നത് അല്ലെ. A:B എത്ര തന്നിരിക്കുന്നത്? 5:7 ആണ് തന്നിരിക്കുന്നത്. B:C 6:7 ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമുക്ക് A-B-Cയുടെ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഈ ആദ്യത്തെ റോ നോക്കുമ്പോൾ സി ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ റോ ആണ് നോക്കുന്നതെങ്കിൽ എ ആണ് ബ്ലാങ്ക് ആയി കിടക്കുന്നത് അല്ലെ. അതായത് ഒരു റോവില് ഏതെങ്കിലും ഒരു സ്പേസ് ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട് എങ്കിൽ ആ ബ്ലാങ്ക് സ്പേസ് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ, ആ ബ്ലാങ്ക് സ്പേസില് അതേ റോവിലുള്ള തൊട്ടടുത്ത നമ്പർ വെച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ. അതായത് ആദ്യത്തെ റോവില് സി ആണ് ബ്ലാങ്ക് ആയി കിടക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ, അതേ റോവിലുള്ള അതിന്റെ തൊട്ടടുത്ത നമ്പർ വെച്ചിട്ട്, അതായത് 7 വെച്ചിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ. ഇവിടെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എ ആണ് ബ്ലാങ്ക് ആയി കിടക്കുന്നത്. അപ്പൊ എ എങ്ങനെ ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ, അതേ റോവിലുള്ള തൊട്ടടുത്ത നമ്പർ ആയിട്ടുള്ള 6 വെച്ചിട്ട് വേണം ഇവിടെ ഫില്ല് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എയുടെ റേഷ്യോ നമുക്ക് എത്ര കിട്ടുകയെന്ന് വെച്ചാൽ 5 × 6 30, ബിയുടെ 7 × 6 42, സിയുടെ 7 × 7 49 ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ കൺസെപ്റ്റിന്റെ റേഷ്യോ തന്നെയാണ് ഇവിടെയും കിട്ടിയത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ റേഷ്യോന്റെ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. കാരണം നമുക്ക് എല്ലാ പ്രോബ്ലംസും, മാത്സിലുള്ള ഏത് പ്രോബ്ലംസ് ആണെങ്കിലും നമുക്ക് റേഷ്യോ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അതായത് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലംസ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഈ എല്ലാ പ്രോബ്ലംസും നമുക്ക് റേഷ്യോന്റെ ബേസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന ബേസുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.